ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി രാധികയെ വരുണിനെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സുകുമാരിയമ്മയുടെ പല്ല് വെയ്പ്പ് പല്ലാണോന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ശരിക്കുള്ളതാണെങ്കിൽ അടിച്ചു കൊഴിച്ച് ഞാൻ താഴെ ഇടും. അച്ഛൻ എന്നെ രാധയും വിളിപ്പിച്ചതേ ഞങ്ങളെ രണ്ടാളെ ഒന്നിച്ച് ചേർക്കണമെന്ന് തീരുമാനിച്ചിട്ടാ. പക്ഷേ അപ്പോഴേക്കും ആറ്റുശ്ശേരിയിൽ മുത്തശ്ശി വന്ന് തടസ്സം നിന്നു. അതോടെ അച്ഛനൊന്ന് തളർന്നുപോയി. എന്നിട്ട് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ഈശ്വരാ, ഏയ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നീ അവിടെ തന്നെ ഉണ്ടാവണേ, ആരും ഇല്ലാത്തതാ. ആ പിന്നെ മുത്തശ്ശി, ആറ്റുശ്ശേരിയിലെ മുത്തശ്ശിയെ ഇപ്പോഴും നല്ല കടുംപിടുത്തത്തില. മുത്തശ്ശിക്ക് പ്രായക്കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ബഹുമാനം ഇല്ലാതെ ഒന്നും പറയുന്നത് ശരിയല്ലല്ലോ. ഞാനേ ഒന്ന് ഫോൺ കൊടുക്കാം, മുത്തശ്ശി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മുത്തശ്ശിക്കൊന്ന് സംസാരിക്കണമെന്ന്. എനിക്ക് വേണ്ട, ഞാനെന്തിനാ അവരോട് സംസാരിക്കുന്നേ? ഓ, എന്റെ മുത്തശ്ശിയോട് സംസാരിക്കാൻ നല്ല പേടിയുണ്ടല്ലേ? ഇപ്പൊ വെറും വീരവാദം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കണക്കാ. ഞാനെന്തിനാ അവരെ പേടിക്കുന്നേ? ഫോണിങ് കൊടുത്തോ. ഹലോ, എന്താ സുകുമാരിയമ്മേ, സുഖമാണോ? ആ, നിങ്ങളെ പോലുള്ളവരുണ്ടാക്കുന്ന അസ്വസ്ഥതയേ ഉള്ളൂ. സുകുമാരിയമ്മേ, നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ പ്രായോ. ഈ ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്നതൊക്കെ അവസാനിപ്പിച്ചിട്ട് ദൈവനാമം വിളിച്ചിരിക്കേണ്ട സമയം. പിന്നെ സുകുമാരിയമ്മയുടെ കൺമുന്നിൽ നടന്ന കാര്യങ്ങളൊന്നും സുകുമാരിയമ്മ മറന്നുപോയിട്ടില്ലല്ലോ. പിള്ളേര് പരസ്പരം സ്നേഹിച്ചിരുന്നിടത്ത് നിന്ന് അവരുടെ ജീവിതം തട്ടിപ്പറിച്ചതിൽ സുകുമാരി അമ്മയ്ക്കും പങ്കുണ്ട്. അതുകൊണ്ടേ മര്യാദയ്ക്ക് തെറ്റുതിരുത്തി കുട്ടികളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്ക്. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? അടിച്ച് നിന്റെ കരട് ഞാൻ പൊളിക്കും. സുകുമാരി അമ്മ എന്താ കരുതിയിരിക്കുന്നേ? ഈ ദേഷ്യം വരാനും കലിതുള്ളാനും ഒക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയാവൂന്നാണോ? പോടാ. പ്രായത്തിന്റെ ഒരു പക്വതയുണ്ടല്ലോ, അത് കാണിക്കണമല്ലോ. കണക്കിന് കിട്ടിയ എന്ന് കരുതി അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ ഞാൻ. ഇനി രാധികയെ വരുണിനെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സുകുമാരിയമ്മയുടെ പല്ല് വെയ്പ്പ് പല്ലാണോന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ശരിക്കുള്ളതാണെങ്കിൽ അടിച്ചു കൊഴിച്ച് ഞാൻ താഴെ ഇടും. ഇനി സുകുമാരിയമ്മ അവരെ ബുദ്ധിമുട്ടിക്കില്ലല്ലോ? ബുദ്ധിമുട്ടിക്കോ? ഇല്ല. ഇനി ഒന്നുകൂടി കൊടുക്കണം. ഇനി എന്റെ കുട്ടികളുടെ നേരെ വന്ന സുകുമാരി അമ്മേ. അതെ, എന്റെ മുത്തശ്ശിക്ക് ദാനധർമ്മങ്ങളിലെ വലിയ വിശ്വാസമാണ്. എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാലേ അതിങ്ങനെ വാരി കോരി അങ്ങ് കൊടുത്തുകൊണ്ടേയിരിക്കും. മുത്തശ്ശിക്ക് കിട്ടിയില്ലേ, അതുപോലെ ഞാനും അതേ രക്തത്തിലെയാ. തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ഒന്നും ബാക്കി വെക്കില്ല. രാധിക ഇനി ദ്രോഹിക്കാൻ പാടില്ല. ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗാ. പോടാ. ഞാൻ ഇപ്പൊ തന്നെ ശ്യാമയോട് പറയാൻ സ്വാമി. ശ്യാമ, എന്നെ അടുത്തി ആശ്രമത്തിൽ നിന്ന് സ്വാമി വിളിച്ചിരുന്നു. അവിടെ പുതുതായിട്ടൊരു പ്ലംബർ അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നു. അയാളെ രാവിലെ മുതൽ കാണാനില്ലെന്ന്. എന്നിട്ട് അയാളെ കുറിച്ച് ചില സംശയങ്ങളുണ്ടെന്ന സ്വാമി പറയുന്ന. എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി അവിടെ വന്നതാണോന്ന് അറിയില്ലല്ലോ. അയാളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും സ്വാമി മെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്യാമയെ കാണിക്കാൻ പറഞ്ഞു.
ആ ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാവേ. ഈ ആശ്രമത്തിലൊക്കെ എന്ത് ദുരുദ്ദേശത്തിന് ചെല്ലാനാ? പറയാൻ പറ്റില്ല ശ്യാമേ, ആളുകളുടെ മാനസികാവസ്ഥ നമുക്കറിയില്ലല്ലോ. ആ ഇത് മെയിൽ വന്നിട്ടുണ്ട്. ഇത് വരുണല്ലേ? അതെ. അപ്പോ ആശ്രമത്തിലെ പ്ലംബിംഗ് ജോലിക്ക് വന്ന ആളെന്നല്ലേ പറഞ്ഞത്? പിന്നെങ്ങനെ വരുണിന്റെ ഫോട്ടോ അയക്കുന്നേ? ഞാനും ചോദിക്കട്ടെ. ആ ആ ഹലോ സ്വാമി, ഈ ഫോട്ടോ അയച്ച ആള് തന്നെയാണോ അവിടെ ഉണ്ടായിരുന്നത്? ഒന്നുമില്ല സ്വാമി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആളിത് തന്നെ ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പോ വരുൺ പ്ലംബറിന്റെ വേഷമാരെ അവിടെ ഉണ്ടായിരുന്നു. വരുൺ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാധികയെ കാണാൻ വേണ്ടി തന്നെയാ. എടുത്തി, ആശ്രമത്തിൽ പോണം, ജീവിതത്തിൽ നിന്ന് ഒളിച്ചിടണമെന്നൊക്കെ രാധിക മോള് നമ്മളോട് പറഞ്ഞതോ? കള്ളോ? ഇത് തെറ്റല്ലേ എടുത്തി? പരിഭാവനായിട്ട് ആളുകൾ കാണുന്ന ആശ്രമത്തില് അവരിങ്ങനെയൊക്കെ. ശ്യാമേ, രാധിക മോളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റില്ല. വരുൺ അവിടെ വരുമെന്ന് രാധികയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ അവൾ എന്നോട് എന്തിനാ കള്ളം പറഞ്ഞേ? അവൾ എന്നെ പറ്റിക്കായിരുന്നല്ലോ. ശ്യാമ, നമുക്ക് രാധികയോട് ചോദിക്കാം. വേണ്ട എടുത്തി, എനിക്കാ തെറ്റ് പറ്റിയത്. എന്റെ മോളെ പൂർണ്ണമായിട്ട് അറിയാമെന്ന് ഞാൻ കരുതിയതാ തെറ്റ്. വിഡ്ഢിയാക്കപ്പെട്ടില്ലേ ഞാൻ? കബളിപ്പിക്കപ്പെട്ടില്ലേ ഞാൻ? എടുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. ആശ്രമ ജീവിതത്തിന് പോകരുത്, നിനക്കൊരു ജീവിതം ഉണ്ടെന്ന് നിർബന്ധം പിടിച്ച് ഞാൻ അവളുടെ പിന്നാലെ നടന്നതാ. എന്നിട്ടോ ആശ്രമത്തിൽ പോയിട്ട് ഇത് എനിക്ക് ആലോചിക്കാനേ വയ്യ. എടുത്ത് ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ടോ? ശ്യാമേ പ്ലീസ് എടുത്തേ.